ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. ഒന്ന് അർത്ഥവിചാരം ചെയ്ത് അതിനെ ഒന്ന് പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അഥ ചതുർത്ഥോധ്യായഃ. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധഃ കുലപതിഃ സൂതം ബഹ്വ്രജശ്ചൗനകോ ബ്രവീത്. വ്യാസ ഉവാച. വ്യാസഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്ത്? ഇതി ബ്രുവാണം സംസ്തൂയ. ഇതി ഇപ്രകാരം, ബ്രുവാണം പറയുന്ന, സംസ്തൂയ നന്നായി സ്തുതിച്ചിട്ട്, മുനീനാം മുനികളുടെ മധ്യത്തിൽ, ദീർഘസത്രിണാം ദീർഘമായ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് ഈ വലിയൊരു സത്രത്തിൽ പങ്കെടുത്ത എല്ലാ മുനികളുടെയും മധ്യത്തിൽ, സത്രം എന്ന് പറയുന്നത് തന്നെ അത് ചിലയിടങ്ങളിൽ ഭാഗവത സപ്താഹം പോലെ 7 നാൾ കൊണ്ട് നടത്താറുണ്ട്, 12 നാൾ കൊണ്ട് നടത്താറുണ്ട്, 1 മാസം കൊണ്ട് നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഒരു സപ്താഹം എന്ന് പറയുമ്പോൾ അതിൽ യജ്ഞാചാര്യനായിട്ടുള്ള ഒരു മഹത് വ്യക്തി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കൂടെ വായനയ്ക്കും മറ്റുമായി മറ്റു കുറച്ച് സജ്ജനങ്ങളുണ്ടാവും. ബാക്കിയൊക്കെ ആ പ്രദേശവാസികളായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ പരിസരത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ദൂരസ്ഥലങ്ങളിൽ, അതായത് അധികം ദൂരത്ത് നിന്നല്ലാത്ത ആളുകളുമൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ ശ്രോതാക്കളായിരിക്കും. എന്നാൽ ഒരു സത്രം എന്ന് പറയുമ്പോൾ അതിൽ അനേകം മഹാത്മാക്കൾ, യജ്ഞാചാര്യൻ എന്ന ഒരാളിനെ പോലെ തന്നെ വളരെയേറെ മാഹാത്മ്യമുള്ള സജ്ജനങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തിരുവായ്മൊഴികളിലൂടെ ശ്രോതാക്കൾക്ക് ഭഗവാന്റെ കഥയെ, മഹത്വത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം, ഒരു ഭാഗ്യം സിദ്ധിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞു, ദീർഘസത്രിണാം, ദീർഘമായ സത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സത്രവേദിയിൽ കൂടിയിരുന്നതായിട്ടുള്ള അനേകം മുനികളുടെ മധ്യത്തിൽ, വൃദ്ധ കുലപതി സൂതം, വൃദ്ധ വൃദ്ധനും, കുലപതി കുലത്തിൽ ശ്രേഷ്ഠനും, സൂതം സൂതനെ. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള മഹാമുനികളുടെ, സജ്ജനങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും പ്രായം കൂടി, ഇവിടെ വൃദ്ധൻ എന്നുള്ളത് കൊണ്ട് പ്രായം കൊണ്ട് മാത്രമല്ല, ജ്ഞാനവൃദ്ധനാണ്, തപോവൃദ്ധനാണ്, വയോവൃദ്ധനാണ്, അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാൽ ധർമ്മവൃദ്ധനുമാണ്. ധർമ്മം എന്താണെന്ന് നന്നായി അറിയുന്ന ആളാണ്. ജ്ഞാനം വേണ്ടുവോളമുള്ള വ്യക്തിയാണ് സൂതൻ. തപസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതചര്യ. ഈ ഭഗവത് കഥയെ വിചാരം ചെയ്യുക, പറയുക, ഇത് തന്നെ ജീവിതചര്യയാക്കി മാറ്റിയ, തപസ്സാക്കി മാറ്റിയ മഹാത്മാവാണ് സൂതൻ. അങ്ങനെ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും വൃദ്ധൻ തന്നെയാണ്. ഇനിയും പ്രായം കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ രോമഹർഷണൻ എന്ന സൂതൻ്റെ പുത്രനായിട്ടുള്ള ഈ സൂതൻ, അദ്ദേഹം വൃദ്ധനാണ്, അതുപോലെ കുലത്തിൽ ശ്രേഷ്ഠനുമാണ് എന്നുകൂടി എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള സൂതനെ ഈ മുനികളുടെ മധ്യത്തിൽ
നന്നായി സംസ്തൂയ സ്തുതിച്ചിട്ട് ബഹ്വ്രജ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം നന്നായി അറിയുന്നവനുമായിട്ടുള്ള ശൗനകോബ്രവീത്. ശൗനകഃ അബ്രവീത്, രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശൗനകോബ്രവീത്. ശൗനകഃ ശൗനക മഹർഷി അബ്രവീത് പറഞ്ഞു. അപ്പോൾ ശ്രീ ശൗനക മഹർഷി ആദ്യം ചെയ്യുന്നത് ഈ കഥ പറയുന്ന സൂതനെ, ഇത്രയും മുനികളുടെ മധ്യത്തിൽ ശൗനക മഹർഷിയും ഒട്ടും മോശക്കാരനല്ല, മഹാജ്ഞാനിയാണ്. അങ്ങനെയുള്ളൊരു മഹാത്മാവ് എഴുന്നേറ്റ് നിന്ന് സൂതനെ വേണ്ടുവോളം സ്തുതിച്ചു. അതിനുശേഷം വൃദ്ധനും, നോക്കൂ ആ സൂതൻ്റെ മഹത്വം, വൃദ്ധനാണ്, അത് നന്നായി ഇവർക്കൊക്കെ അറിയുകയും ചെയ്യും, അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കുലത്തിൽ ശ്രേഷ്ഠനാണ്. അങ്ങനെയെല്ലാമുള്ള സൂതനെ ഋഗ്വേദം നന്നായി അറിയുന്ന ശൗനക മഹർഷി. അപ്പോൾ ശൗനക മഹർഷിയുടെ ഒരു മഹാത്മ്യമാണത്. ഋഗ്വേദം നന്നായി അറിയുന്ന ആളാണ്. അങ്ങനെയുള്ള ശൗനക മഹർഷി നന്നായി സൂതനെ സ്തുതിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധഃ കുലപതിഃ സൂതം ബഹ്വ്രജ ശൗനകോബ്രവീത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൃദ്ധ കുലപതി, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ബഹ്വ്രജ ശൗനകോബ്രവീത്, വായിക്കുമ്പോൾ തെറ്റാതെ വായിക്കാൻ ശ്രമിക്കുക. ബഹ്വ്രജഃ ശൗനകഃ അബ്രവീത്. അത് ശൗനക എന്നുള്ളതിൻ്റെ ശ കൂട്ടക്ഷരവും കൂടിയാണ്. അപ്പോൾ ബഹ്വ്രജ ശൗനകോബ്രവീത്. അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുകയും വേണം. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. ശൗനക ഉവാച. ശൗനക ഉവാച സൂത സൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യദാഹ ഭഗവാൻ ശുക. അവിടെ ഭഗവാൻ ശുക അങ്ങനെയാണ് കൂടുതൽ ശരിയായിട്ടുള്ളതെന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. ഭഗവാൻ ശുക എന്ന പദം പിരിച്ചല്ല അത് വായിക്കേണ്ടത്. ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവാം. അവിടെ ഭഗവാൻ ശുക എന്ന് വായിക്കാൻ പറയാറുണ്ട്. ഇനിയും ശൗനക മഹർഷി എന്താണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ശൗനക ഉവാച, ശൗനക മഹർഷി പറഞ്ഞു. സൂത സൂത, അല്ലയോ സൂത, മഹാഭാഗ, മഹാഭാഗ്യശാലിയായിട്ടുള്ളവനെ, വദ, അങ്ങ് പറഞ്ഞാലും, നോ വദതാംബര, നോ എന്നുള്ളത് നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് അല്ലയോ സൂത അങ്ങ് പറഞ്ഞാലും, വദതാം എന്ന് പറഞ്ഞാൽ ഭഗവത് കഥകൾ പറയുന്നവരിൽ വെച്ച് വര, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ, അല്ലയോ സൂത ഭഗവത് കഥകൾ പറയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ. കഴിഞ്ഞില്ല, അങ്ങനെ ഭഗവത് കഥകൾ പറയണമെങ്കിൽ പോലും ഒരു ഭാഗ്യമുണ്ടാവണം. അതിന് ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ഈ സൂതൻ. മഹാഭാഗ്യമുള്ളവനെ എന്നുകൂടി ചേർത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് അങ്ങ് പറഞ്ഞാലും. കഥാം ഭാഗവതീം പുണ്യാം. ഭാഗവതീം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കഥാം, കഥയെ, അതായത് ഈ ഭാഗവത കഥയെ എങ്ങനെയുള്ളതാ? പുണ്യാം, പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗവത കഥയെ, യദാഹ ഭഗവാൻ ശുഗഃ, യദാഹ
യത് ആഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യദാഹ. യത് എന്ന് പറഞ്ഞാൽ യാതൊന്നിന്, ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞുവോ. അതായത് അങ്ങ് ഇത്ര കാലവും ചെയ്തുകൊണ്ടിരുന്ന എന്താ, ഈ ഭഗവത് കഥകൾ പറയുക തന്നെയാണ്. അങ്ങനെ ആ ഭഗവത് കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും തന്നെയല്ല, ഇത് എങ്ങനെയുള്ള ഭഗവത് കഥയാണ് പറയേണ്ടത്. യഥാഹ ഭഗവാൻ ശുഗഃ, ശ്രീ ശുഗ മഹർഷി. നോക്കൂ, ഇവിടെ ശുഗ മഹർഷിക്ക് കൊടുത്ത ഒരു വിശേഷണം ഭഗവാൻ എന്നാണ്. സർവജ്ഞനാണ്. കാരണം ആ ബ്രഹ്മഭാവം പൂർണ്ണമായിട്ടുള്ള മഹത് വ്യക്തിയാണ് ശ്രീശുക മഹർഷി. അതുകൊണ്ട് തന്നെ ശ്രീശുക മഹർഷിയും ബ്രഹ്മവും രണ്ടല്ല. ഇവിടെ അതുകൊണ്ട് പറഞ്ഞു ഭഗവാൻ ശുഗഃ. ആ ഭഗവാനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ എന്താണോ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്, അതേപോലെ ആ കഥ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ, അല്ലയോ സൂത. സർവജ്ഞനായിട്ടുള്ള സൂത, എല്ലാം അറിയുന്നവനായിട്ടുള്ള സൂത, ഈ ഭാഗവതീ കഥയെ, ഭഗവത് സംബന്ധമായിട്ടുള്ള ഈ കഥയെ, ഈ ഭാഗവത കഥയെ, പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഈ കഥയെ ഞങ്ങൾക്കും കൂടി അങ്ങ് പറഞ്ഞു തന്നാലും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൂത സൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യദാഹ ഭഗവാൻ ശുക. ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞുകൊടുത്ത അതേ ഭാഗവത കഥ തന്നെയാണ് ഇത്ര കാലവും ഈ സൂതൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വീണ്ടും ഒരവസരവും കൂടി സാക്ഷാൽ ഋഗ്വേദ പണ്ഡിതനായിട്ടുള്ള ശൗനക മഹർഷിയിൽ നിന്നും ഒരവസരവും കൂടി കിട്ടിയിരിക്കുന്നു. ആ തരത്തിൽ നോക്കിയാലും സൂതൻ ഭാഗ്യവാനാണ്. ഭഗവത് കഥകളെ പറയുവാൻ ഒരവസരം കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അത് പൂർവജന്മ പുണ്യം, ഭഗവത് കൃപ ഒന്നുകൊണ്ട് മാത്രമേ നമുക്കതിന് കഴിയൂ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സൂതനിൽ നിന്നും ആ കഥ വീണ്ടും കേൾക്കുവാൻ ആ സത്രവേദിയിൽ കൂടിയിരുന്ന അനേകം മഹർഷിമാരിൽ, മുനിമാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ശൗനക മഹർഷി, എല്ലാവരും വലിയ പണ്ഡിതരാണ്, ജ്ഞാനികളാണ്. അവരിൽ നിന്നും ശ്രീ ശൗനക മഹർഷി അവർക്കെല്ലാവർക്കുമായിക്കൊണ്ട് ഇപ്പോൾ അപേക്ഷിക്കുകയാണ് സൂതനോട്. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഭഗവാൻ ശുഗ, അത് ഭഗവാൻ ശുഗ എന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഭഗവാൻ ശുഗ എന്നാക്കുന്നതാവും നല്ലത്. ഇനി അതങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശുഗ എന്ന് തന്നെ ആവാം. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുതഃ സഞ്ചോദിതഃ കൃഷ്ണഃ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ പ്രവൃത്തേയം. കസ്മിൻ, ഏത് യുഗേ, ഏതു യുഗത്തിലാണ്, പ്രവൃത്തേയം, പ്രവൃത്ത ഇയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രവൃത്തേയം. പ്രവൃത്ത എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ഇയം ഇത്. അപ്പോൾ പ്രവൃത്തേയം, ഇത് ഏതു യുഗത്തിലാണ് ഇതുണ്ടായത്? ഈ ഭാഗവത ഗ്രന്ഥം രചിക്കപ്പെട്ടത് ഏതു യുഗത്തിലാണ്? സ്ഥാനേ വാക്കേന ഹേതുന. സ്ഥാനേ വാ, ഇവിടെ ഇത് സ്ഥാനേ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിൽ, അതായത് എവിടെ വെച്ച് എന്നുള്ള. കേന ഹേതുന, എന്ത് കാരണത്താലാണ് ഇതുണ്ടായത്? ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കുവാൻ ഇടയായത് എങ്ങനെയാണ്? അപ്പോൾ എവിടെ വെച്ചാണ്, ഏതു യുഗത്തിലാണ്, ഇത് രചിക്കുവാനുണ്ടായ കാരണം എന്താണ്? എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു മഹത് ഗ്രന്ഥം രചിക്കപ്പെട്ടത്? കുതഃ സഞ്ചോദിത കൃഷ്ണ. കുതഃ സഞ്ചോദിത, എന്തിനാൽ? സഞ്ചോദിത എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെടുക. അപ്പോൾ എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടാണ് വ്യാസഭഗവാൻ ഇത് രചിച്ചത്? കൃഷ്ണ എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാൻ. നമുക്ക് കൃഷ്ണദ്വൈപായനൻ എന്നാണ്
എന്നും വ്യാസമഹർഷിക്കൊരു പേരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാസമഹർഷി ഇത് എന്തിനാൽ പ്രേരിതനായിട്ടാണ് ഇത് രചിച്ചത്? കൃതവാൻ സംഹിതാം മുനി. കൃതവാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. സംഹിതാം, ഈ സംഹിതയെ, ഭാഗവത ഗ്രന്ഥത്തെ, മുനി, ഈ വ്യാസമഹർഷി എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് യുഗത്തിലാണ്, എന്ത് കാരണത്താലാണ്, യാതൊന്നിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു സംഹിതയെ, ഇങ്ങനെയൊരു മഹത് ഗ്രന്ഥത്തെ രചിച്ചത്? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ അതിൽ കുറേയേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്താണ് ശ്രീ ശൗനക മഹർഷി ചോദിച്ചത്. എപ്പോൾ, എന്ത്, എന്ന്, എവിടെ വെച്ച്, എന്തുകൊണ്ട്, എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് തുടങ്ങി 4-5 ചോദ്യങ്ങൾ ചേർത്ത് വെച്ച്, അതായത് ഭാഗവത കഥയുടെ ഉദ്ഭവം വ്യക്തമായി ആദ്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ ശൗനക മഹർഷി ഇങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ, അതിനുശേഷം വേണം ഗ്രന്ഥത്തിലേക്ക് വന്ന് അതറിയുവാനും പഠിക്കുവാനും. അപ്പോൾ ആദ്യം അത് എങ്ങനെയുണ്ടായി, എന്തിനുണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എവിടെ വെച്ചുണ്ടായി, എപ്പോൾ ഉണ്ടായി തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം അവിടെ ഇരിക്കുന്നവർക്കെല്ലാവർക്കും എന്നല്ല, എന്ന് തന്നെയുമല്ല പിന്നാലെ വരുന്ന കലിയുഗത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള നമുക്കേവർക്കും കൂടി വേണ്ടിയിട്ടാണ് ശ്രീ ശൗനക മഹർഷി ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുനാ കുതഃ സഞ്ചോദിതഃ കൃഷ്ണഃ കൃതവാൻ സംഹിതാം മുനി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുതഃ സഞ്ചോദിതഃ കൃഷ്ണഃ മുനി. ഇവിടെയെല്ലാം വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.